ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി ഒരു മാറ്റവുമില്ലാതെ തുടരുമ്പോൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ തങ്ങളുടെ ആക്രമണ പരിധിയിൽ വന്നാൽ ഉടനടി തകർക്കുമെന്ന് ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പ്. അമേരിക്കൻ നാവികസേനയുടെ പ്രധാന പോരാട്ട കപ്പലിനെതിരെ നേരിട്ടുള്ള ഒരു സൈനിക നീക്കത്തിലാണ് ഇറാൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. നിലവിൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലാണ് എബ്രഹാം ലിങ്കൺ. USS ജെറാൾഡ് ആർ ഫോർഡ് ഉൾപ്പെടെയുള്ള മറ്റ് കപ്പലുകൾ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയിരിക്കുന്നതിനാൽ വ്യോമാക്രമണങ്ങളുടെ മുഴുവൻ ചുമതലയും ഇപ്പോൾ ഈ കപ്പലിനാണ്. എന്നാൽ ഈ കപ്പൽ തങ്ങളുടെ വെടിയുണ്ടകൾ എത്തുന്ന ദൂരത്തിൽ വന്നാൽ കടലിൽ നിന്ന് കടലിലേക്ക് തൊടുക്കുന്ന വിവിധ തരം മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് ഇറാൻ നാവികസേന മേധാവി ഷഹ്റാം ഇറാനി ഔദ്യോഗിക ടെലിവിഷനിലൂടെ വ്യക്തമാക്കി. നിലവിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് ചെറുതല്ലാത്ത ഒരു വെല്ലുവിളി തന്നെയാണ് ഈ പ്രഖ്യാപനം. തങ്ങളുടെ നാവികരുടെ ജീവൻ എടുത്തതിനുള്ള പ്രതികാരമായിട്ടാണ് ഈ നീക്കമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 4 ശ്രീലങ്കയിലെ ഗാലിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് IRIS ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നിരുന്നു. 80-നും 87-നും ഇടയിൽ നാവികരാണ് അന്ന് ദാരുണമായി കൊല്ലപ്പെട്ടത്. ചുരുക്കം ചിലരെ മാത്രമാണ് അന്ന് രക്ഷപ്പെടുത്താനായത്. തങ്ങളുടെ സൈനികർക്ക് സംഭവിച്ച ഈ വലിയ ദുരന്തത്തിന് കാരണക്കാരായവരോടുള്ള നേരിട്ടുള്ള പ്രതികാരമായിട്ടാണ് ഈ പുതിയ മിസൈൽ ആക്രമണ ഭീഷണി ഇറാൻ ഇപ്പോൾ ഉയർത്തുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ബോംബിംഗ് ക്യാമ്പയിനോടെയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ഇപ്പോൾ ഇത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ സംഘർഷമായി മാറിയിരിക്കുകയുമാണ്. യമനിലെ ഹൂത്തി വിമതരുടെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പല മുന്നണികളിൽ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇസ്രയേലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ താവളങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ ഇതിനകം തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ലോകത്തെ 20% ക്രൂഡ് ഓയിൽ കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ എണ്ണവില ബാരലിന് $100 കടക്കുകയും ലോകമെമ്പാടും വലിയ ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഏപ്രിൽ 6 വരെ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറച്ച് ദിവസങ്ങൾ മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. ചർച്ചകൾ മികച്ച രീതിയിൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി കാർ ദ്വീപും ഹോർമൂസ് കടലിടുക്കും പിടിച്ചെടുക്കാൻ അമേരിക്കൻ കരസേന തയ്യാറെടുക്കുന്നതായിട്ടാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. 3500 നാവികരെ കൂടി US സെൻകോം ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പ്രതികരിച്ചത്. ശത്രു പരസ്യമായി സമാധാന ചർച്ചകളെ കുറിച്ച് സംസാരിക്കുകയും എന്നാൽ രഹസ്യമായി കരയാക്രമണത്തിന് പദ്ധതിയിടുകയുമാണ്. അമേരിക്കൻ സൈനികർ താഴെ ഇറങ്ങുന്നതും കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ പോരാളികൾ. അവരെ ചുട്ടരിക്കാനും അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളെ എന്നേക്കുമായി ഇല്ലാതാക്കാനും എന്നായിരുന്നു ഖാലിബാഫിന്റെ വാക്കുകൾ. എന്തായാലും ഗൾഫ് മേഖല ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. യുദ്ധം ഉടനെ ഒന്നും കെട്ടടങ്ങുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല താനും. ന്യൂസ് ഡെസ്ക് മലയാളം.